അപ്പോൾ അവിടെ ചെന്ന് വീണ്ടും ഒരു അഹല്യ എന്ന് പറഞ്ഞൊരു നാടകത്തിൻ്റെ വർക്ക് കിടക്കും. അത് ശരിയാ. അപ്പോൾ ബിജു ആണ് അതിൻ്റെ മെയിൻ പാടുന്നത്. അപ്പോൾ തെന്നലേച്ചി ഉണ്ട് പാടാനായിട്ട്, ഞാനും ഉണ്ട്. അപ്പോൾ എനിക്കൊരു പോർഷൻ പാടാൻ തന്നു. ബിജു ആണ് അത് പാടുന്നത്. അതിനകത്ത് 3 വോയിസ് ആയിട്ടാണ്, അതിനകത്തൊരു വോയിസാണ്. ആ ഒരു പാട്ടാണ് ഞാൻ ആദ്യമായിട്ട് സ്റ്റുഡിയോയിൽ പാടുന്നത്, അതും സാൻഡയിൽ. അതാണ് എൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ്. പിന്നെ അതിനുശേഷം കുറേ നാൾ കഴിഞ്ഞപ്പോൾ മാഷിൻ്റെ ഒരു PDP-കാരുടെ പുതിയ സമ്മേളനം വന്നു, അവരുടെ പാർട്ടിയുടെ ഒരു പ്രോഗ്രാം. അപ്പോഴേക്കും എനിക്ക് തോന്നുന്നു പാട്ടൊരു പ്രൊഫഷൻ ആക്കിയാൽ കൊള്ളാം എന്നുള്ളൊരു ചിന്ത വന്നു തുടങ്ങി കാണും. അപ്പോഴും അങ്ങനെ എത്തിയിട്ടില്ല അങ്ങോട്ട്. കാരണം എൻ്റെ ടാസ്ക് പേടിയായിരുന്നു നമുക്ക്. പേടിയല്ല, എൻ്റെ ജീവിത സാഹചര്യങ്ങൾ അതാ അങ്ങനെ. ഞാൻ പറഞ്ഞത്. ഞാൻ മരപ്പണിക്ക് പോകുന്ന ഒരാള്, വീട്ടിൽ നമ്മളുടെ വരുമാനം കൊണ്ടും അപ്പച്ചൻ്റെ വരുമാനം കൊണ്ടും മാത്രം കാര്യങ്ങൾ നീങ്ങുന്ന ഒരു സമയം. ഇപ്പോഴും അങ്ങനെ തന്നെയാണ്, മാറ്റങ്ങളൊന്നുമില്ല. പക്ഷെ അന്നത്തെ എന്ന് വെച്ചാൽ എനിക്ക് അങ്ങനെ വലിയ പബ്ലിക്കായിട്ട് വലിയ ഇന്ററാക്ഷൻസ് ഇല്ല. പ്രൊഫഷനാക്കി എടുക്കാനും ഒരു ടെൻഷൻ കാണും. എനിക്ക് പണ്ട് ഞാൻ പറഞ്ഞില്ലേ, അതിന് ഒരു വലിയ പ്രോബ്ലം എന്ന് വെച്ചാൽ ഞാൻ പബ്ലിക്കിനോട് അധികം സംസാരിക്കാറില്ല. അത് ശരി. പരിചയമില്ലാത്ത ആൾക്കാരെ കണ്ടാൽ ഞാൻ മൈൻഡ് ചെയ്യില്ല. അതാണ് നമ്മുടെ പോളിസി. ചാടാന്നുള്ളൊരു പേര്. ജാടാന്നല്ല, എന്തോ ഞാൻ സംസാരിക്കാൻ അല്ല, അത് അവർക്കറിയില്ലല്ലോ. സംസാരിക്കാൻ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെ പരിചയമുള്ളവരോട് കണ്ടാൽ അവർക്കറിയാം നമ്മുടെ സ്വഭാവം ഇങ്ങനെയാണ് അറിയാവുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. പക്ഷെ പുറത്ത് പോയിട്ടുണ്ടെങ്കിൽ ഞാൻ അധികം ആരോട് സംസാരിക്കുന്നില്ല. ഒരാളോട് കാര്യം ചോദിക്കണമെങ്കിൽ തന്നെ എനിക്ക് ഭയങ്കര മടിയാ, ചമ്മൽ, അങ്ങനെ എന്തോ കോംപ്ലക്സ് പോലത്തെ സംഭവം. ഇപ്പൊ അങ്ങനെയൊന്നുമില്ല.